ഡിസംബർ 9 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ പീറ്റർ ഫുരിയർ, വിശുദ്ധ ഹിപ്പാർക്കൂസ്, വിശുദ്ധ ഫിലാത്തേയൂസ്, വിശുദ്ധ ജെയിംസ്, വിശുദ്ധ പാരാഗ്രൂസ്, വിശുദ്ധ ബാൾഡ, വിശുദ്ധ അബീബൂസ്, വിശുദ്ധ റൊമാനൂസ്, വിശുദ്ധ ലോളിയൻ, വിശുദ്ധ സിപ്രിയൻ, വിശുദ്ധ എദൽഗിവ. വിശുദ്ധ പീറ്റർ ഫുരിയർ 1565-1640 കാലഘട്ടത്തിലാണ് വിശുദ്ധ പീറ്റർ ഫുരിയർ ജീവിച്ചിരുന്നത്. മാറ്റൈൻ കോർട്ട് എന്ന പ്രദേശത്ത് 1565 നവംബർ 30 വിശുദ്ധ പീറ്റർ ഫുരിയർ ജനിച്ചു. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം സർവകലാശാല പഠനം തുടങ്ങി. 24-ാമത്തെ വയസ്സിൽ വൈദികനായി. സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് ബിരുദമെടുത്തു. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ ദൈവശാസ്ത്ര സമാഹാരം എന്ന ഗ്രന്ഥം ഏറെക്കുറെ അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. കാൽവനിസ്റ്റ് പാഷണ്ഡതയിൽ അമർന്നുപോയിരുന്ന സ്വന്തം ഇടവകയിൽ തന്നെ അദ്ദേഹം വികാരിയായി. അനേകം കാൽവിനിസ്റ്റുകളെ സത്യസഭയിലേക്ക് ആനയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രസംഗവും ഉപദേശവും വഴി ജനങ്ങളുടെ ആധ്യാത്മിക നിലവാരം ഉയർത്താൻ അദ്ദേഹം ചെയ്ത പരിശ്രമത്തോടൊപ്പം അവരുടെ സാമ്പത്തിക പുരോഗതിക്കായി ഒരു സഹകരണ ബാങ്ക് സ്ഥാപിക്കുകയും ഉണ്ടായിട്ടുണ്ട്. പല ഭക്തസംഘടനകളും അദ്ദേഹം സ്ഥാപിച്ചതായി കാണുന്നു. പുരുഷന്മാർക്ക് വിശുദ്ധ സെബാസ്റ്റ്യന്റെ ഒരു സൊഡാലിറ്റിയും, സ്ത്രീകൾക്ക് ജപമാലയുടെ ഒരു ഭക്തസംഘവും, പെൺകുട്ടികൾക്ക് അമലോത്ഭവ മാതാവിൻ്റെ ഒരു സഖ്യവും അദ്ദേഹം ആരംഭിച്ചു. ഞായറാഴ്ച ദിവസങ്ങളിൽ ജനങ്ങളുടെ തിന്മകൾക്കെതിരായി സുഹൃത്തുക്കളെപ്പറ്റി കുട്ടികളെ കൊണ്ട് നടത്തിയിരുന്ന സംഭാഷണങ്ങൾ വളരെയേറെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കായി തുടങ്ങിയ നോട്ടർഡാം സന്യാസ സഭ വടക്കേ അമേരിക്കയിൽ വിശുദ്ധ മാർഗരറ്റ് ബുർഷോ പ്രചരിപ്പിച്ചു. നോട്രഡാം സഭയുടെ സ്ഥാപകനായിരുന്നു വിശുദ്ധ പീറ്റർ ഫുരിയർ. അഴിമതിക്കും പാഷണ്ഡതയോടുള്ള അലസമായ നിലപാടുകൾക്കും പേരുകേട്ട ഫ്രാൻസിലെ ഓസ്ജസിലെ മട്ടൻകോട്ട് മേഖലയിൽ നവീകരണത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ അദ്ദേഹം അവിടെ ഒരു പരിഷ്കരണ പുരോഹിതനായി. തൻ്റെ പ്രയത്നത്തിലൂടെ അദ്ദേഹം ജില്ലയുടെ ആത്മീയ ജീവിതത്തെ പുനരുജ്ജീവിപ്പിച്ചു. നവീകരിച്ച വിശ്വാസം പ്രചോദിപ്പിക്കുകയും ദരിദ്രരെ സഹായിക്കാൻ ചാരിറ്റബിൾ സ്ഥാപനങ്ങളും ബാങ്കുകളും സ്ഥാപിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി വളർത്താൻ ശ്രമിക്കുകയും മറിയത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്ന ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ സൊഡാലിറ്റി രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ഫാദർ പീറ്റർ ഫുരിയർ വിപ്രവാസത്തിൽ 75-ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. ആരെയും ദ്രോഹിക്കാതിരിക്കുക, സർവരെയും സഹായിക്കുക എന്നതായിരുന്നു വിശുദ്ധ പീറ്റർ ഫുരിയറിൻ്റെ മുദ്രാവാക്യം. 1730 ജനുവരി 29 ബെനഡിക്ട് 13 മാർപ്പാപ്പ പീറ്റർ ഫുരിയറെ വാഴ്ത്തപ്പെട്ടവനാക്കി പ്രഖ്യാപിച്ചു. 1897 ലയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം 2 തിമോത്തിയോസ് 4-7 നമുക്ക് ധ്യാനിക്കാം. ഞാൻ നല്ല യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം സംരക്ഷിച്ചു. വിശുദ്ധനായ പീറ്റർ ഫുരിയറെ ലോകത്തെമ്പാടുമുള്ള നിരീശ്വരവാദികൾക്കായി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.